ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പകൽക്കാലം ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 118:27. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ടു കെട്ടുവിൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതാകുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. യഹോവയുടെ ദയ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതാകുന്നു. ദൈവമക്കളെ, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവം, നമ്മുടെ ദൈവം കൃപയുള്ള ദൈവം, നമ്മുടെ ദൈവം കൈവിടാത്ത കർത്താവ്. ഹല്ലേലൂയാ. പൂർണ്ണ ഹൃദയത്തോടെ ആര് ദൈവത്തെ അന്വേഷിക്കുന്നുവോ അവർ ഭാഗ്യവാന്മാരാണ്. ദൈവമക്കളെ, ഞാനതിന് സാക്ഷിയാണ്. ഹല്ലേലൂയാ. 15 വർഷം ഞാൻ നേരായ വഴികൾ ദൈവത്തെ അന്വേഷിക്കാണ്ട് നടന്നു. എല്ലാവരും പ്രാർത്ഥിക്കണോ, എല്ലാവരും പള്ളിയിൽ വരുന്നു പോണു, ചർച്ചിൽ വരുന്നു പോണു, അതുപോലെ നാം പോയി. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. ദൈവമക്കളെ, ഹല്ലേലൂയാ. 15 വർഷത്തിന് ശേഷം എന്നെ തന്നെ എൻ്റെ കർത്താവിന് സമർപ്പിച്ച് ദൈവമക്കളെ നാം പൂർണ്ണമായി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അതെങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ അടുത്ത്, കർത്താവേ, ഞാൻ ഇന്ന് വരെയും ചെയ്തു പാപങ്ങളെല്ലാം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. നാം പൂർണ്ണമായി എൻ്റെ കർത്താവിനെ എന്നെ തന്നെ സമർപ്പിച്ചു. ദൈവത്തോട് നാം പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, എൻ്റെ അധരങ്ങളെ ശുദ്ധീകരിക്കണമേ, കർത്താവേ, എൻ്റെ ചിന്താമണ്ഡലങ്ങളെ ശുദ്ധീകരിക്കണമേ, ദൈവമേ, എൻ്റെ അവയവങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരം ഉള്ളും പുറമും ശുദ്ധീകരിക്കണമേ, കർത്താവേ. ദുഷ്ടചിന്തകൾ നീക്കി എന്നെ വിടുവിച്ച്, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി എന്നെ പണിതെടുക്കുക. കർത്താവേ, അങ്ങയ്ക്കുള്ളവളാണ് ദൈവമേ, എന്നെ രക്ഷിക്കുന്ന പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവമേ, ദൈവത്തോട് നമ്മൾ ദൈവമക്കളെ പൂർണ്ണമായി പ്രാർത്ഥിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പ്രാർത്ഥിക്കണം. പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്തുതിക്കണം. പൂർണ്ണ മനസ്സോടെ വേദങ്ങൾ പഠിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സത്യസന്ധമായി തന്നെ ഇരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ. ദൈവമക്കളെ, നമ്മൾ മരിച്ച സ്വർഗത്തിലേക്ക് പോകുള്ളൂ. നമ്മൾ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കണം. ദൈവമക്കളെ, ഒരുങ്ങിയിരിക്കണം. കർത്താവ് ഇന്ന് വന്നാൽ ഇപ്പം വന്നാൽ നാം പോകും. ഇനി കർത്താവ് ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ വന്നാലും നാം പോകും. ഒരുക്കത്തോടെ നമ്മൾ ഇരിക്കണം. എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവമക്കളെ, നമ്മൾ കർത്താവിനെ, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ദൈവവുമായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഒരുക്കമുള്ളവരായിരുന്നാൽ മാത്രമേ നമ്മൾക്ക് കർത്താവിൻ്റെ നന്മ പ്രാപിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുക്കമില്ലാണ്ട് ഞായറാഴ്ച വന്നു, പള്ളിയിൽ വന്നു, പ്രാർത്ഥിച്ചു, ദശാംശം കൊടുത്തു, പോയി, പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ നമ്മുടെ ജോലി നോക്കാമെന്ന് പറഞ്ഞ് നടന്ന ദൈവം നമ്മൾ അനുഗ്രഹിക്കില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് തല കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ തലയെ കൈവച്ച് എനിക്ക് പ്രാർത്ഥിക്കുകയെന്ന് പറയേണ്ട കാര്യമില്ല. ദൈവം നമ്മൾക്ക് ശക്തി തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവോട് ദൈവം നമ്മൾ നിറച്ചിട്ടുണ്ട്. നമ്മൾക്കും ശക്തിയുണ്ട്. ദൈവം വചന കയ്യിൽ തന്നിട്ടുണ്ട്. ഇരുവായി തഴയുള്ള വാളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം. ആ വചനം ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ വചനം വായിച്ച് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് വന്നിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തന്നിട്ടുണ്ട് കർത്താവ്. ഈ വചനം നമ്മൾ വായിക്കണം. ഈ വചനം വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് ദൈവം പറഞ്ഞത്. ഇത് വന്നിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സർവായുധമായി ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. കർത്താവ് നമ്മൾക്ക് തന്ന വാളാണിത്, വചനമെന്ന വാള്. ഈ വചനമെന്ന വാള് കയ്യിലില്ലാണ്ട് നമ്മൾ ഈ ഭൂമിയിൽ സത്യവാനായി ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. ഈ വചനമെന്ന വാള് നമ്മൾ വായിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ധൈര്യമായി ദൈവമക്കളെ മുന്നോട്ട് പോകണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ നമ്മൾ അനുഗ്രഹമുള്ള എല്ലാ ദൈവത്തിന് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ദൈവത്തെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം സത്യവാനാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന യേശു കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.